വെറും 12,990 രൂപയ്ക്ക് നല്ലൊരു ഓൾ റൗണ്ടർ ഫോൺ. നല്ല ക്യാമറയുണ്ട്, ഒന്നാമത്തെ കാര്യം സോണി സെൻസറാണ്. പിന്നെ വേൾഡ് ഫസ്റ്റ് സ്നാപ്ഡ്രാഗൺ 6s Gen 4 പ്രോസസർ വരുന്നുണ്ട്. 7000 mAh അടിപൊളി ബാറ്ററി കൊടുത്തിട്ടുണ്ട്. നല്ല പ്രീമിയം ലുക്ക്. ഇതൊരു 12,990 രൂപയുടെ മോട്ടോ ഫോണിന്റെ ലുക്ക് അല്ല, അതിനേക്കാൾ എത്രയോ വില കൂടിയ മോട്ടോ ഫോണുകളിൽ കാണുന്ന ഒരു പ്രീമിയം ലുക്കും കൂടിയാണ് ഈ ഒരു ഫോണിന് അവർ കൊടുത്തിരിക്കുന്നത്. സോ ഒരു ബെസ്റ്റ് ബഡ്ജറ്റ് ഫോൺ അണ്ടർ 15,000 എന്ന് തീർച്ചയായിട്ടും പറയാം. ഞാൻ കാണിച്ചു തരാം, കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ചൂസ് ചെയ്യാം. ആദ്യം ഒരു അൺബോക്സിംഗ് കാണിക്കാം, എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക്. ഈ കാണുന്നതാണ് ബോക്സ്. ബോക്സിനകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് തന്നെ ഫോണാണ് വരുന്നത്. നമുക്കിവിടെ കാണാം, ഞാൻ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. ഈ ഒരു ഫോണിന്റെ ഡിസൈൻ നന്നായിരിക്കുന്നു. അതിലേക്ക് വരാം. അതിന് മുമ്പ് ബോക്സിൽ ചെറിയൊരു ബോക്സ് കൂടിയുണ്ട്. അതിനകത്ത് ഡോക്യുമെന്റേഷനാണ്. കേസ് കാണുന്നില്ല, ഡോക്യുമെന്റേഷൻ മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് മാറ്റി വെച്ചാൽ ചാർജർ 33 വാട്ടിന്റെ കൊടുത്തിട്ടുണ്ട്. ചാർജിങ് കേബിളും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. ബോക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് മോട്ടോ G57 പവർ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള ഫോൺ തന്നെയാണ്. മോട്ടോയുടെ ഒരു 3D പ്രീമിയം ഫ്ലാറ്റ് ഡിസൈൻ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പാൻറ്റോൺ ക്യൂറേറ്റഡ് ആയിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിന് വരുന്നത്. കളേഴ്സ് ഒക്കെ നിങ്ങൾ സ്ക്രീനിൽ കാണാം. അത്യാവശ്യം നന്നായിട്ടുണ്ട്. നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട് കേട്ടോ. ഗൊറില്ല ഗ്ലാസ് 7 ഈ സെഗ്മെന്റിൽ വേറെ ബ്രാൻഡുകളൊന്നും അങ്ങനെ ഗൊറില്ല ഗ്ലാസ് 7 ഐയുടെ പ്രൊട്ടക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല. ഗൊറില്ല ഗ്ലാസ് 7 ഐ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒട്ടനവധി നല്ല വിഷയങ്ങൾ ഡിസൈനിന്റെ ഭാഗത്തുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഇതിനകത്ത് വരുന്ന പെർഫോമൻസിനെ കുറിച്ചും ക്യാമറയെ കുറിച്ചും പറഞ്ഞ് നമുക്ക് ഇതിലേക്ക് വരാം. കാരണം അത് രണ്ടും ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഒന്ന്, വേൾഡ് ഫസ്റ്റ് സ്നാപ്ഡ്രാഗൺ 6s Gen 4 പ്രോസസർ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. പെർഫോമൻസിന് യാതൊരു വിഷയമില്ല, ഡീസന്റ് ആയ പെർഫോമൻസ് കിട്ടും. അതായത് 10,000 താഴെ കാണുന്ന ഒരു ഫോണിൽ കിട്ടേണ്ടുന്ന ഏറ്റവും നല്ല പെർഫോമൻസ്. ആദ്യ സ്കോറൊക്കെ 8,50,000 വരുന്നത് ഒരു നല്ല സ്കോറാണ്. ഏകദേശം ഒരു ബെസ്റ്റ് ഇൻ ക്ലാസ് പെർഫോമൻസ് എന്നൊക്കെ പറയാം. നോർമൽ യൂസിനൊന്നും യാതൊരു ഇഷ്യൂസില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളും നമുക്ക് എല്ലാ ഭാഗത്തും കിട്ടുന്നുണ്ട്. 8GB LPDDR4X റാം വരുന്നുണ്ട്. 16GB റാം ബൂസ്റ്റ് വഴി നമുക്ക് സെറ്റ് ചെയ്യാം. സോ 24GB നമുക്ക് മൊത്തത്തിലൊരു റാമുള്ള പോലെ ഈ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. അത്യാവശ്യം ചെറുകിട ഗെയിമൊക്കെ ഇതുപോലെ നൈസായിട്ട് കളിക്കാം, പ്രശ്നമൊന്നുമില്ല. UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. അതേപോലെ യൂസേജിൽ അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി പെർഫോമൻസ് ഉണ്ട്. പിന്നെ കോൾ നെറ്റ്വർക്ക് പോലുള്ള കാര്യങ്ങളിലും യാതൊരു പ്രശ്നവുമില്ല. 11 5G ബാൻഡാണ് വരുന്നത്. Wi-Fi 6, Bluetooth 5.1. സോ ആ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കാണേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നല്ല പെർഫോമൻസ് കാര്യങ്ങൾ ഓവറോൾ നമുക്ക് കിട്ടുന്നു. ആൻഡ്രോയിഡ് 16 ബേസ്ഡ് ഔട്ട് ഓഫ് ദ ബോക്സ് ഈ പ്രൈസ് സെഗ്മെന്റിൽ ആൻഡ്രോയിഡ് 16 വെച്ച് വരുന്ന ആദ്യത്തെ ഫോണാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ആൻഡ്രോയിഡ് 7ലേക്ക് അഷ്വർഡ് ആയ ഒരു ഗ്യാരണ്ടി പറയുന്നുണ്ട്, അപ്ഡേറ്റ് ഗ്യാരണ്ടി പറയുന്നുണ്ട്. 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം, വേറെ വിഷയമൊന്നുമില്ല. സോ അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ഉണ്ട്. അതിൻ്റെ ഒപ്പം നല്ലൊരു ക്യാമറയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സാമ്പിൾസ് കണ്ടു നോക്കൂ. എനിക്ക് ഈ ഒരു പ്രൈസിലെ ഫോൺ എന്ന രീതിയിൽ പരിഗണിക്കുമ്പോൾ നല്ല ക്യാമറയായിട്ടാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ നല്ല ക്യാമറ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ നോക്കുക. 50 MP സോണി ലിഡിയ സെൻസറാണ് വരുന്നത്. ഈ ഒരു സെൻസർ ഈ പ്രൈസ് സെഗ്മെന്റിൽ മറ്റ് ബ്രാൻഡുകളൊന്നും അങ്ങനെ ഓഫർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നല്ലൊരു സെൻസർ, നല്ല ഇമേജുകൾ, 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നു. 2-in-1 ആംബിയൻ ലൈറ്റ് സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ 8 മെഗാപിക്സലാണ്. സ്റ്റിൽ നല്ല ഫോട്ടോസ് ആണ്. കണ്ടു നോക്കി, 8 മെഗാപിക്സലിന്റെ ഫോട്ടോസ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം ചൂസ് ചെയ്യുക. പിന്നെ ഇതിന്റെ വീഡിയോ റെക്കോർഡിംഗ്, ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും നമുക്ക് 2K വീഡിയോ ആണ് മാക്സിമം റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ സാമ്പിൾ അവിടെ കാണാം. നല്ല ക്വാളിറ്റി ആയിട്ടില്ലേ? എനിക്ക് ഇതും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത് മൊത്തത്തിൽ നന്നായിരിക്കുന്നു എന്ന് പറയാൻ കാരണം. രണ്ട് ക്യാമറയുടെയും റെക്കോർഡിംഗ് ഞാനിവിടെ സാമ്പിൾസ് കാണിക്കുന്നുണ്ട്, കണ്ടു നോക്കുക. ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒക്കെ എല്ലാ ലൈറ്റിംഗ് കണ്ടീഷനിലും കുഴപ്പമില്ലാത്തൊരു നല്ല ക്വാളിറ്റി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. AI ഫോട്ടോ എൻഹാൻസ് എഞ്ചിൻ പോലുള്ള സംഭവങ്ങൾ, ഓട്ടോ നൈറ്റ് വിഷൻ സംവിധാനങ്ങൾ, പിന്നെ AI പവേർഡ് പോർട്രേറ്റ് ഇമേജുകളൊക്കെ നല്ലതാ. അങ്ങനെയുള്ള സംവിധാനങ്ങൾ, അങ്ങനെ കുറേ സംവിധാനങ്ങൾ ഇതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു പ്രൈസിലും കുറേ AI സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്യാമറ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു. അതിൻ്റെ റിസൾട്ടാണ് നല്ല ക്യാമറ സെറ്റപ്പ് ഈ ഫോണിൽ വന്നിരിക്കുന്നത്. സോ ക്യാമറ കുഴപ്പമില്ലാത്ത നല്ലൊരു സെറ്റപ്പാണ്. സോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്യാമറയും നല്ല പെർഫോമൻസും ഈ ഫോണിനുണ്ട്. ഈ ഒരു പ്രൈസിന് നമുക്ക് തീർച്ചയായിട്ടും നല്ലതെന്ന് പറയാവുന്ന സെറ്റപ്പാണ്. അതുപോലെ ഡിസൈനും നന്നായിട്ടുണ്ട്. ഡിസൈനെ കുറിച്ച് ഞാൻ പിന്നെ പറയാമെന്നാണ് പറഞ്ഞത്. 8.6 mm ആണ് ഇതിൻ്റെ ഒരു തിക്നെസ്. ഡീസൻ്റ് ആയ ഒരു തിക്നെസ് ആണ്. 210 ഗ്രാം വെയിറ്റ്, വലിയ വിഷയമൊന്നുമില്ല. 7000 mAh ബാറ്ററിയുള്ള ഫോണാണ്, എന്നാലും ആ വെയിറ്റ് വരുന്നുള്ളൂ. അതും അങ്ങനെ വല്ലാണ്ട് ഫീൽ ചെയ്യുന്നൊന്നും ഇല്ല കേട്ടോ. കാരണം ഇത് വെൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ വെയിറ്റ്. അത് കാരണം വേറെ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല കംഫർട്ടാണ്. മോട്ടോറോയുടെ ഒരു പ്രീമിയം 3D ഫ്ലാറ്റ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. സ്മാർട്ട് വാട്ടർ ടച്ച് 2.0 വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നനഞ്ഞ കൈകൊണ്ടൊക്കെ ഒന്ന് ടച്ച് ചെയ്താലും കൃത്യമായിട്ട് ഇത് വർക്ക് ചെയ്തോളൂ. പിന്നെ പ്രൊട്ടക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൊറില്ല ഗ്ലാസ് 7 ആയി ഈ ഒരു സെഗ്മെന്റിൽ തന്നെ മറ്റധികം ബ്രാൻഡുകൾ കൊടുത്ത് കാണാത്ത ഒരു സംഗതിയാണ്. നല്ല സ്ട്രോങ് ആയ പ്രൊട്ടക്ഷൻ. പിന്നെ മിലിറ്ററി ഗ്രേഡ് 810H അങ്ങനെ ഒരു ഡ്യൂറബിലിറ്റി സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ സ്ട്രോങ് ആയ നല്ല പ്രീമിയം ഡിസൈനുള്ള ഒരു ഫോൺ. അതാണ് ഡിസൈനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ 5 ഹോൾ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേയും അത്യാവശ്യം നല്ല ക്വാളിറ്റി, 1050 nits ബ്രൈറ്റ്നസ് ഉള്ള ഡിസ്പ്ലേ ആണ്. അത് ആ ഒരു സെഗ്മെന്റിൽ നല്ല ഡിസ്പ്ലേ, നല്ല ബ്രൈറ്റ്നസ് എന്ന് പറയാം. 6.72 ഇഞ്ച് വരുന്ന 120 Hz ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. ഡോൾബി അറ്റ്മോസ് ഓഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ കളർ ബൂസ്റ്റും വരുന്നുണ്ട്. കളറൊക്കെ ഇത്തിരി കൂടി ബൂസ്റ്റ് ചെയ്ത് കാണപ്പെടും ഡിസ്പ്ലേയിൽ. വിഷ്വൽ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. SGS ഐ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഹൈറസ് ഓഡിയോയും ബേസ് ബൂസ്റ്റും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് മൊത്തത്തിൽ കിട്ടും.
അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേയും ഇതിനകത്തുണ്ട്. പിന്നെ ബാറ്ററി 7000 mAh ബാറ്ററിയാണ്. ഞാൻ തുടങ്ങി പറഞ്ഞത് 7000 mAh ബാറ്ററിയാണ് വരുന്നത്. സോ നല്ല ബാറ്ററി ലൈഫും കിട്ടും. 33 വാട്ടിന്റെ ടർബോ പവറാണ് വരുന്നത്. ചാർജർ 33 വാട്ടിന്റെ ചാർജറും കൊടുത്തിട്ടുണ്ട്. ഇവർ പറയുന്നത് 60 ഹവറിന്റെ ബാറ്ററി ലൈഫ് അപ് ടു 3 days വരെ ഉപയോഗിക്കാനാണ്. നോക്കേണ്ട 7000 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ 1-2 ദിവസമൊക്കെ കൊണ്ടു നടക്കാം. ഈ ഒരു പവറൊക്കെ അല്ലേ ഉള്ളൂ. സോ സുഖമായിട്ട് 2 ദിവസം ഉപയോഗിക്കാവുന്ന ഒരു സെറ്റപ്പാണ് 7000 mAh ബാറ്ററി. പിന്നെ ബാറ്ററി കെയർ 2.0 ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ബാറ്ററി നന്നായിട്ട് നിൽക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ബാറ്ററി ലൈഫിൽ എനിക്ക് യാതൊരു പ്രശ്നം കണ്ടില്ല കേട്ടോ, ഡീസൻ്റാണ്. പിന്നെ സോഫ്റ്റ്വെയർ ഞാൻ പറഞ്ഞില്ല, പെർഫോമൻസിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോഫ്റ്റ്വെയർ വരുന്നത് അവരുടെ ആൻഡ്രോയിഡ് 16 ബേസ്ഡ് ഹലോ UX ആണ്. ഒരു വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. വേറെ വിഷയങ്ങളൊന്നുമില്ല, നൈസ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ UI നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങൾ പരിഗണിച്ച് നോക്കുക. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ്. സോ അത് നീറ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മോട്ടോയുടെ സ്പെഷ്യൽ ഫീച്ചറുകളായ തിങ്ക് ഷീൽഡ് പ്രൊട്ടക്ഷൻ, അതിനകത്ത് സെക്യൂരിറ്റി തീർച്ചയായിട്ടും വരുന്നുണ്ട്. അത് കൂടാതെ ഫാമിലി സ്പേസ് പോലുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. സ്മാർട്ട് കണക്ട് 2.0 നിങ്ങൾക്ക് PC യുമായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഈസി ആയിട്ട് സ്വൈപ്പ് ചെയ്തുകൊണ്ട് തന്നെ സ്ട്രീം ചെയ്യാം. സ്വൈപ്പ് ടു ഷെയർ പറഞ്ഞുകൊണ്ട് ഈസി ആയിട്ട് ഷെയർ ചെയ്യാം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ സ്മാർട്ട് കണക്ട് വഴി PC യുമായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. നല്ല കൺവീനിയൻ്റ് ആയ കാര്യങ്ങളൊക്കെ ഇതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ മൊത്തത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഓൾറൗണ്ടർ ഫോണാണ്. കാരണം നല്ല ഡിസൈൻ ഉണ്ട്. 6 Gen 4 പോലുള്ളൊരു പ്രോസസ്സർ കിടക്കുന്നുണ്ട്. നല്ല 1050 ഇഞ്ചിൻ്റെ ബ്രൈറ്റ്നസ്സുള്ള ഡിസ്പ്ലേ ഉണ്ട്. 7000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഘടകങ്ങളും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 12990 ഇതൊരു ബെസ്റ്റ് ഫോൺ എന്ന് പറയാനുള്ള കാരണം അതാണ്. നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് നിങ്ങൾ വേണം പറയാൻ. ക്യാമറയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാടെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാം. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫ്ലിപ്കാർട്ടിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. ഡിസംബർ 3 മുതൽ അതിൻ്റെ സെയിൽ ആരംഭിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പരിഗണിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സോ അത്രയുമാണ് മോട്ടോ G57 പവർ എന്ന് പറയുന്ന ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അൺബോക്സിംഗ് ആയിട്ട് ഇനീഷ്യൽ ഇംപ്രഷൻ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.